നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. കുറച്ച് കോഡൊക്കെ ഇട്ട് നമുക്ക് ടോപ്പ് കറണ്ട് അഫയേഴ്സ് ഒന്ന് ഓർത്തിരുന്നാലോ? വീഡിയോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കൊന്ന് മനസ്സിലാവണ്ടേ, ലൈക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഇല്ലേ, ഫസ്റ്റ് കമന്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, അതിലുണ്ടായിരിക്കുവേ, പിൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് ധ്യാൻചന്ദ് പുരസ്കാരം 2022. 2022 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ധ്യാൻചന്ദ് പുരസ്കാരം. ധ്യാൻചന്ദ് പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയാണ് ധ്യാൻചന്ദ് പുരസ്കാര തുക. 2022 4 പേർക്കാണ് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത്. അത് ആർക്കൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. BC സുരേഷ്, ഇദ്ദേഹം കബഡിയാണ് ഇദ്ദേഹത്തിന്റെ കായിക ഇനം. അശ്വിനി അകുഞ്ചി അത്ലറ്റിക്സ് ആണ്. അശ്വിനി അകുഞ്ചി അത്ലറ്റിക്സ്. നീർ ബഹാദൂർ ഗുരുങ് പാരാ അത്ലറ്റിക്സ് ആണ്. നീർ ബഹാദൂർ ഗുരുങ് പാരാ അത്ലറ്റിക്സ്. ധരംവീർ സിംഗ് ഹോക്കി. ധരംവീർ സിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഹോക്കിയിലേക്ക് പെട്ടെന്ന് എന്താ സിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഹോക്കിയിലേക്ക് കണക്ട് ചെയ്യാനാണ് ഒരു ഓർമ്മ വരുന്നത്. ഹോക്കി താരമാണ്. അപ്പൊ ഈ 4 പേരെ നമുക്ക് എങ്ങനെയൊന്ന് ഓർക്കാം? കോഡ് പറയട്ടെ. ധ്യാനത്തിലിരിക്കുന്ന സുരേഷിനെ അക്കുവിന്റെ കുരങ്ങ് വീർപ്പ് മുട്ടിച്ചു. അത്രേ ഓർത്താ മതി. ധ്യാനത്തിലിരിക്കുന്ന സുരേഷിനെ അക്കുവിന്റെ കുരങ്ങ് വീർപ്പ് മുട്ടിച്ചു. ധ്യാൻചന്ദ് ആണെന്ന് അവിടെ കിട്ടും. സുരേഷിനെ അക്കുഞ്ചി അക്കുവിന്റെ ഗുരുങ് അത് ഞാൻ കുരങ്ങിലേക്ക് കണക്ട് ചെയ്തു. കുരങ്ങ് എന്ത് ചെയ്തു? വീർപ്പ് മുട്ടിച്ചു. വീർ. അപ്പൊ എല്ലാവരുടെയും പേര് അവിടെ കിട്ടത്തില്ലേ? സുരേഷിനെ അക്കുവിന്റെ കുരങ്ങ് വീർപ്പ് മുട്ടിച്ചു. സുരേഷ് അക്കുഞ്ചി ഗുരുങ് ധരം വീർ. വീർപ്പ് മുട്ടിച്ചു വീർ. ഇവിടെ കായിക ഇനവും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. BC സുരേഷ് കബഡിയാണ്. അശ്വിനി അകുഞ്ചി അത്ലറ്റിക്സും നീർ ബഹാദൂർ ഗുരങ് പാരാ അത്ലറ്റിക്സും ആണ്. പിന്നെ ഈ സിംഗ് വന്നിട്ട് ഹോക്കിയാണ്. ധരംവീർ സിംഗ് വന്നിട്ട് ഹോക്കിയാണ്. ഓക്കെ, അപ്പൊ ധ്യാൻചന്ദ് പുരസ്കാരം ക്ലിയർ ആയല്ലോ. ധ്യാനത്തിലിരിക്കുന്ന സുരേഷിനെ അക്കുവിന്റെ കുരങ്ങ് എന്ത് ചെയ്തു? വീർപ്പ് മുട്ടിച്ചു എന്ന് ഓർത്താൽ മതി. ഓക്കെ, അടുത്ത ടോപ്പിക് മിസ് കേരള 2022. 2022 മിസ് കേരള ലിസ് ജെയ്മോൻ ജേക്കബ് ആണ് മിസ് കേരള 2022 ടൈറ്റിൽ വിന്നർ. 2ാം സ്ഥാനം സാംഭവി, 3ാം സ്ഥാനം നിമ്മി കെ പോൾ എന്നിവർക്കാണ് കിട്ടിയത്. ഇത് ജസ്റ്റ് 1ാം സ്ഥാനമാണ് എപ്പോഴും ചോദിക്കാറ്. 1ാം സ്ഥാനം ഓർത്തിരുന്നാൽ മതി. മിസ് കേരള ജയിച്ചു എന്ന് ഓർത്താ പോരെ. ജെയ്മോൻ എന്നിവിടെ ഇല്ലേ, അപ്പൊ അത് ജയിച്ചുലേക്ക് കണക്ട് ചെയ്യാം. മിസ് കേരള ജയിച്ചു. അപ്പൊ ലിസ് ജെയ്മോൻ ജേക്കബ്. എന്തായാലും ഈ ജെയ്മോൻ തന്നേക്കുമല്ലോ, ലിസ് എന്ന് മാത്രം തന്നേക്കത്തില്ല. ജെയ്മോൻ ജേക്കബ് ഒന്നും തരത്തില്ലല്ലോ, ലിസ് അല്ലേ കുട്ടിയുടെ പേര്. അപ്പൊ ലിസ് ജെയ്മോൻ ജേക്കബ്. അപ്പം മിസ് കേരള ജയിച്ചു എന്ന് ഓർത്താൽ മതി. 2ാം സ്ഥാനവും 3ാം സ്ഥാനം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സാംഭവിയും നിമ്മി കെ പോളും. ഓക്കെ, അപ്പൊ ധ്യാൻചന്ദും മിസ് കേരളയും കിട്ടിയല്ലോ. ഇനി അടുത്ത ടോപ്പിക് നോക്കാം. അടുത്തത് കുറച്ച് ഫാക്ട്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് ജസീന്ത ആർഡെൻ. ആരാണ് ജസീന്ത ആർഡെൻ? എങ്ങനെയാണ് ജസീന്ത ആർഡെൻ വാർത്താ പ്രാധാന്യം നേടിയത്? ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ജസീന്ത ആർഡെൻ. 2023 സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ആരാണ്? ജസീന്ത ആർഡെൻ ആണ് 2023 സ്ഥാനമൊഴിഞ്ഞ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി. ഇപ്പൊ നിലവിൽ ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആരാ? ക്രിസ് ഹിപ്കിൻസ് ആണ്. ക്രിസ് ഹിപ്കിൻസ് ആണ് നിലവിൽ ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ, ക്രിസ് ഹിപ്കിൻസ്. ഇനി 2022 സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ലിസ് ട്രസ് ആണ് 2022 സ്ഥാനമൊഴിഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 45 ദിവസം മാത്രമാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറച്ച് കാലം അധികാരത്തിലിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ലിസ് ട്രസ് ആണ്. നിലവിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഋഷി സുനാക് ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനാക്, ബ്രിട്ടന്റെ നിലവിലെ പ്രൈം മിനിസ്റ്റർ.
ഇനി ശ്രീലങ്കയെ പറ്റിയുള്ള ഫാക്ട്, 2023 നെഹ്റുവിന്റെ, ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീലങ്കയാണ് 2023 ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ, ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീലങ്ക. ആകാശ് അംബാനിയുടെ ഫാക്ട് എന്ന് പറയുന്നത് ടൈം മാഗസീന്റെ 2022 റിപ്പോർട്ട് അനുസരിച്ച് വളർന്നു വരുന്ന 100 പ്രതിഭകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാണ് ആകാശ് അംബാനി. അടുത്തത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എപ്പോഴും ചോദിക്കാറുണ്ട്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ജപ്പാനാണ് 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം. ഇനി 2022 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതെന്ന് പറയുന്നത് UAEയുടെ പാസ്പോർട്ടാണ്. UAE. 2ാം സ്ഥാനം ജർമ്മനിക്കും 3ാം സ്ഥാനം സ്വീഡനുമാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 2022 കണക്കനുസരിച്ച് 1ാം സ്ഥാനം UAE ആണ്. UAEയുടെ പാസ്പോർട്ടാണ്. 2ാം സ്ഥാനം ജർമ്മനിയും 3ാം സ്ഥാനം സ്വീഡനുമാണ്. 1ാം സ്ഥാനം UAE, 2ാം സ്ഥാനം ജർമ്മനി, 3ാം സ്ഥാനം സ്വീഡൻ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദുർബലമായ പാസ്പോർട്ടോ അത് അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ടാണ്. ദുർബലമായ, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാന്റെ പാസ്പോർട്ടാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ സ്ഥാനം 87ാം സ്ഥാനമാണ്. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ സ്ഥാനം 87, ഏറ്റവും വീക്കസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, ഈ ഫാക്ട്സ് എല്ലാം കിട്ടിയല്ലോ. ജസീന്ത ആർഡൻ ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്നു, സ്ഥാനമൊഴിഞ്ഞു. ഇപ്പോ ക്രിസ് ഹിപ്കിൻസ് ആണ്. ലിസ് ട്രസ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു, സ്ഥാനമൊഴിഞ്ഞു. ഇപ്പൊ ഋഷി സുനാക് ആണ്. ശ്രീലങ്കയുടെ ഫാക്ട്, 2023 ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ആകാശ് അംബാനി. ടൈം മാഗസിന്റെ വളർന്നു വരുന്ന 100 പ്രതിഭകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 ഒന്നാം സ്ഥാനമുള്ള രാജ്യം ജപ്പാൻ. സ്ട്രോങ്സ്റ്റ് പാസ്പോർട്ടിലെ ഫസ്റ്റ് UAE, സെക്കൻഡ് ജർമ്മനി, തേർഡ് സ്വീഡൻ. ഏറ്റവും ദുർബലമായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയാണെങ്കിൽ 87th പൊസിഷനാണ്. ഓക്കെ, അടുത്ത ഫാക്ട്സ് നോക്കാം. അടുത്ത ടോപ്പിക് പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് 2023 ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ആദ്യത്തേതായതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർ-19 വനിതാ ലോകകപ്പ്, T20 വനിതാ ലോകകപ്പ് 2023 ജേതാക്കളായത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയാണ് ജേതാക്കളായത്. ഇംഗ്ലണ്ടിനെയാണ് അവർ തോപ്പിച്ചത്. അതായത് റണ്ണറപ്പ് ഇംഗ്ലണ്ട് ആയിരുന്നു. എവിടെ വെച്ച് നടന്നത്? ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. അപ്പൊ പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് 2023 ജേതാക്കളായത് ഇന്ത്യ. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഷെഫാലി വർമ്മയായിരുന്നു ക്യാപ്റ്റൻ. ഇംഗ്ലണ്ട് ആണ് റണ്ണറപ്പ്. വേദി ദക്ഷിണാഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 2023 വ്യാസ സമ്മാൻ, 31ാമത് വ്യാസ സമ്മാനാണ് 2023 സമ്മാനിച്ചത്. ഇപ്പൊ വ്യാസ സമ്മാൻ 2023 അല്ലെങ്കിൽ 31ാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് അസ്ഗർ വജാഹത്ത്. ഹിന്ദി സാഹിത്യ കൃതികൾക്ക് അല്ലെങ്കിൽ ഹിന്ദി സാഹിത്യ രചനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വ്യാസ സമ്മാൻ. ഹിന്ദി ഭാഷയിലുള്ള സാഹിത്യ രചനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വ്യാസ സമ്മാൻ. 2023 31ാമത് വ്യാസ സമ്മാൻ ലഭിച്ചത് അസ്ഗർ വജാഹത്ത്. ഇദ്ദേഹത്തിന്റെ മഹാബലി എന്ന നാടകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മഹാബലി എന്ന നാടകത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ്. 15ാമത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. 50,000 രൂപയാണ് പുരസ്കാര തുക. ഇദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്?
നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് എം മുകുന്ദന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത്. 15ാമത്. പുരസ്കാര തുക 50,000 രൂപ. 50,000 രൂപ. അടുത്തത് കേരള ബഡ്ജറ്റ് 2023-24. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 2 പദ്ധതികളെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ 2023-24 ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് നേർക്കാഴ്ച എന്ന പദ്ധതി. ഈ പദ്ധതി എന്ന് വെച്ചാൽ കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആയിരിക്കും. ഇപ്പൊ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നതാണ് ഏത് നേർക്കാഴ്ച. അതിനുവേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഏത് നേർക്കാഴ്ച. എല്ലാ കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയാണ് നേർക്കാഴ്ച. അടുത്ത പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് അങ്കണം എന്നത്. അങ്കണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്കണവാടിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പൊ അങ്കണവാടി പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. അങ്കണവാടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് അങ്കണം എന്നത്. 2023-24 ബഡ്ജറ്റിലെ പ്രഖ്യാപിത പദ്ധതികളാണ്. അടുത്തത് ഒരു പുസ്തകമാണ്. ആത്മാക്കളുടെ ഭവനം എന്ന പുസ്തകത്തിന്റെ കർത്താവ് R. നന്ദകുമാർ ആണ്. R. നന്ദകുമാർ. 1721 ഒരു കലാപം നടന്നിട്ടില്ലേ? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. അപ്പൊ ഈ ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപത്തിന്റെയും 300 വർഷം മുൻപേ ഉള്ള വേണാടിന്റെയും കഥ പറയുന്ന R. നന്ദകുമാറിന്റെ ഒരു കൃതിയാണ് ആത്മാക്കളുടെ ഭവനം എന്നത്. ആത്മാക്കളുടെ ഭവനം R. നന്ദകുമാർ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്നതാണ് G20 ഉച്ചകോടി. ഈ G20 ഉച്ചകോടിയുടെ വേദി 3 വർഷത്തെ ഒന്ന് ഓർത്തിരിക്കുക. 21, 22, 23. 21, 22, 23. അതിൽ 23 വളരെ ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് G20 ഉച്ചകോടി നടക്കുന്നത്. ഇപ്പം 21, 22, 23 പഠിക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാം I വെച്ച് തുടങ്ങുന്നതാണ്. ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ. ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ. ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ. ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ. 21, 22, 23. 1, 2, 3. ഇറ്റലി, ഇന്തോനേഷ്യ, ഇന്ത്യ. ഓക്കെ, അപ്പോൾ G20 ഉച്ചകോടി 2021 ഇറ്റലിയിൽ വെച്ചാണ് നടന്നത്. 22 ഇന്തോനേഷ്യ, 23 ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.